ദൃശ്യം 3 മലയാളികൾ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റാണ് ദൃശ്യം 1. ദൃശ്യം 1 മലയാള സിനിമയിലെ ക്ലാസിക് ക്രിമിനലിനെ കിട്ടിയതാണ് ജോർജ് കുട്ടി. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് പൂർണ്ണമായും OTT വന്നതാണ്. മൂന്നാമത്തെ പാർട്ട് ഏപ്രിൽ 2, 2026 വേൾഡ് വൈഡ് റിലീസാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് പുറത്തായെന്ന് പറഞ്ഞുള്ള സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ചർച്ചകൾ നടക്കുകയാണ്. വേറൊന്നുമല്ല, ഇതിനകത്തെ എസ്തർ അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് മോഹൻലാലിൻ്റെ മകള് ഇതിൻ്റെ എല്ലാ കഥകളും, അതായത് മോഹൻലാലിൻ്റെ ജീവിതത്തിലുണ്ടായ കഥകൾ, ജോർജ് കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ കഥകളെല്ലാം തുറന്ന് പറയുന്നതായിട്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് പുറത്തായെന്ന് പറഞ്ഞാലും നമുക്ക് ദൃശ്യം 1 ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ കഥ ഫുള്ള് പുറത്തായിരുന്നു. ആ സമയത്ത് ഫുള്ള് തലേദിവസവും അതിന് മുമ്പ് ദിവസങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നു. പക്ഷേ ആ സിനിമ കാണാനും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുമാണ് ആൾക്കാർ യഥാർത്ഥത്തിൽ കാണുന്നത്. ഇതിനി ഫുള്ള് കഥകൾ വന്നാലും ഇത് ജോർജ് കുട്ടി എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് CBIയുടെ 3ാം ഭാഗം വന്നപ്പോൾ തിയേറ്ററിൽ ഞാൻ മാറ്റിനി കാണാൻ പോകുമ്പോൾ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായോ. ട്രൂത്തിൻ്റെ സമയത്തൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മൾ കാണാൻ പോകുമ്പോൾ ഈ CBI കാണാൻ പോകുമ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നത് പറയും ജഗദീഷാണ് വില്ലൻ എന്ന് പറയുമ്പോഴും ആ സിനിമ അസാധാരണ വിജയം നേടിയ സിനിമയാണ്. എന്തുകൊണ്ടാണ്? അതെങ്ങനെ CBI, മമ്മൂട്ടി, സേതുരാമയ്യർ എങ്ങനെ അത് തെളിയിക്കുന്നു എന്ന് കാണാനാണ്. ഇവിടെ ജോർജ് കുട്ടി എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ പിടി കൊടുക്കുവോ, ഇനി അത് എങ്ങനെയൊക്കെ ജോർജ് കുട്ടി ഇതിൽ നിന്നൊക്കെ നീക്കി എങ്ങനെ വരും, ജോർജ് കുട്ടിയുടെ ക്ലാസിക് ബുദ്ധി കാണാനാണ് ആൾക്കാർ കയറുന്നത്. ഇനി എത്ര സോഷ്യൽ മീഡിയ ചർച്ച ചെയ്താലും ഇതിനൊരു പ്രേക്ഷകനുണ്ട്. അവരെന്തായാലും ദൃശ്യം 2 കണ്ടിരിക്കും, ദൃശ്യം 3 കണ്ടിരിക്കും. ഗംഭീരമാണെങ്കിൽ അസാധാരണ വിജയം നേടുകയും ചെയ്യും, അതിൽ സംശയം വേണ്ട.